ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. മധുരം സുഹൃതത്തിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ നിന്നും 8 കിലോമീറ്റർ അകലെ ഒരു ക്ഷേത്രമുണ്ട്. ശ്രീകോവിലും ക്ഷേത്ര സമുച്ചയങ്ങളും ഒന്നുമില്ലാത്ത ഒരു പരബ്രഹ്മ ക്ഷേത്രം. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രം. ഓണാട്ടുചിറ ലോപിച്ചാണ് ഓച്ചിറയുണ്ടായതെന്നും ഓംകാര രൂപമായ പരബ്രഹ്മം വാണരുളുന്ന ഓം ചിറയിൽ നിന്നാണ് ഓച്ചിറ ഉണ്ടായതെന്നുമാണ് പറയപ്പെടുന്നത്. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. ദേശീയപാതയ്ക്ക് അടുത്തായിട്ട് 22 ഏക്കർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് ഇരട്ട ഗോപുരങ്ങളാണുള്ളത്. ഈ ഗോപുരം കടന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ഗണപതി കോവിൽ കാണാം. ഇവിടെ ഗണപതി ദർശിച്ചിട്ട് വേണം ഭക്തർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ. വിശാലമായ മണൽപ്പരപ്പിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ നമ്മൾക്ക് കിഴക്കും പടിഞ്ഞാറുമായിട്ട് 2 വലിയ ആൽത്തറകൾ കാണാൻ സാധിക്കും. ഈ ആൽത്തറയിൽ പരബ്രഹ്മം കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജാവിധികളോ ഒന്നുമില്ലാത്ത ഒരു ക്ഷേത്ര സങ്കല്പം. മഹാദേവ സങ്കല്പത്തിലുള്ള 2 ആൽത്തറകളും കാവുകളും അടങ്ങുന്നതാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. വിശാലമായ മണൽപ്പരപ്പിലൂടെ നടന്നു ചെല്ലുമ്പോൾ നമ്മൾക്ക് മനോഹരമായി ഒരുക്കി നിർത്തിയിരിക്കുന്ന കാളകളെ കാണാൻ സാധിക്കും. മഹാദേവന്റെ വാഹനമാണല്ലോ കാള. ഓച്ചിറ കാള എന്നാണ് ഇവരെ വിളിക്കുന്നത്. ഇവർക്ക് ഈ ക്ഷേത്രത്തിൽ വലിയ പ്രാധാന്യമാണ്. ഈ കാളകളെ തൊട്ട് വന്ദിച്ചിട്ട് വേണം ഭക്തർ ആൽത്തറയിലേക്ക് പ്രവേശിച്ചത്. പരബ്രഹ്മ ക്ഷേത്രത്തിൽ വെച്ച് 2025 ജൂലൈ 10-ാം തീയതി ഗുരുവായൂർ പരബ്രഹ്മ സമൂഹ പുരാണ പാരായണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 150 പൗരാണികരെ സംഘടിപ്പിച്ചുകൊണ്ട് ഗുരുപൂർണിമയും രാമായണ മാസാചരണത്തിനും തുടക്കം കുറിച്ചു. സെഷൻ ജഡ്ജി MS മോഹനചന്ദ്രൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് മുഖ്യപ്രഭാഷണം. തുടർന്ന് ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. അതിൽ സുഭാഷ് ചന്ദ്രബോസ് സാറിന്റെ അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള പ്രഭാഷണം കൊണ്ട് ആ അന്തരീക്ഷം കൂടുതൽ ധന്യമായി. മറ്റു അംഗങ്ങളുടെ മനോഹരമായ ആധ്യാത്മിക പ്രഭാഷണവും കീർത്തനങ്ങളും രാമായണ പാരായണവും ഒക്കെ കൂടി ഈ പ്രപഞ്ചത്തിന്റെ പിതാവായ ആ പരമഗുരുവായിട്ടുള്ള ആ യോഗേശ്വരനായിട്ടുള്ള മഹാദേവന്റെ മുന്നിൽ അർച്ചനയായി സമർപ്പിക്കുവാൻ രാമായണം എന്ന വാക്കിന്റെ അർത്ഥം രാമന്റെ അയനം എന്നാണ്. രാമൻ കാണിച്ചു തരുന്ന പാത എന്നുകൂടി ഒരർത്ഥമുണ്ട്. നമുക്കറിയാം, വാൽമീകി മഹർഷി രാമായണത്തെ പല ഖണ്ഡങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഈ കാണ്ഡത്തിന് പല അർത്ഥമുണ്ടെങ്കിലും അതിന്റെ ഒരർത്ഥം കരിമ്പ് എന്നാണ്. ഈ കരിമ്പിന്റെ പ്രത്യേകത എന്താണ്? ഈ കരിമ്പിന്റെ പുറം ഭാഗം കട്ടിയുള്ളതാണെങ്കിലും ഇതിന്റെ അകം അധികം മധുരമുള്ളതാണ് അല്ലെ? അതുപോലെ കരിമ്പ് എത്ര തന്നെ വളച്ചിരുന്നാലും അതിന്റെ എല്ലാ ഭാഗവും ഒരുപോലെ മധുരതരമാണ്. ഇതുപോലെ തന്നെയാണ് രാമായണം.
രാമായണത്തിലൂടെ കടന്നു പോകുമ്പോൾ പല അനിഷ്ട സംഭവങ്ങൾ ഉണ്ടെങ്കിലും മധുരതരവുമായിട്ടുള്ള അനുഭവങ്ങളും തരുന്നുണ്ട്. വാൽമീകി മഹർഷി പലതരത്തിലുള്ള സന്ദേശങ്ങൾ രാമായണത്തിലൂടെ നമുക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കിനി ഗുരുവായൂർ പരബ്രഹ്മ സമൂഹ പുരാണ പാരായണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ആ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ അന്തരീക്ഷത്തെ ഭക്തിസാന്ദ്രമാക്കിയ ആ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എനിക്കും ഇതിനൊരു ഭാഗമാകാൻ സാധിച്ചതിൽ ആ ഭഗവാനോട് നന്ദി അറിയിക്കുന്നു. ശ്രീരാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദിത രമ രാമ രാമ ശ്രീരാമ മമ ഹൃദി രമത രാമ. യുഗങ്ങൾ ചേരുന്നതാണ് ചതുർയുഗം. അത് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇപ്പം കലിയുഗമാണ് നടക്കുന്നത്. വ്യാസൻ ജനിച്ചത് ദ്വാപരയുഗത്തിലാണ്. അപ്പൊ നമ്മുടെ ചരിത്രത്തിലൊരു കാര്യം പറയുന്നുണ്ട്, ഓരോ മന്വന്തരയിലും ഓരോ വ്യാസൻ വരുമെന്നാണ് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യാസൻ അന്നങ്ങനെ ജനിക്കും എന്നുള്ളൊരു സംശയം വന്നപ്പോൾ പല പുസ്തകങ്ങളും റെഫർ ചെയ്തപ്പോൾ മനസ്സിലാക്കുന്നത് ഓരോ മന്വന്തരയിലും ഓരോ വ്യാസൻ വരുന്നുണ്ട്. ഇപ്പൊ വന്നിരിക്കുന്ന ഈ വ്യാസൻ 28ാമത് വ്യാസനാണെന്ന് പറയുന്നു. അപ്പൊ ഒന്നാമത്തെ വ്യാസൻ ആരാണ്? ഒന്നാമത്തെ വ്യാസൻ എന്ന് പറയുന്നത് ബ്രഹ്മാവാണ്. രണ്ടാമത്തെ വ്യാസൻ, അങ്ങനെ 28 ഉണ്ട്. രണ്ടാമത്തത് പ്രജാപതി, മൂന്നാമത് ശുക്രാചാര്യൻ, നാലാമത് ബൃഹസ്പതി, അഞ്ചാമത് സൂര്യൻ. ഇങ്ങനെ അടുത്തത് യമ രാജാവാണ് അടുത്തത്. അങ്ങനെ 28 ഉണ്ട്. ആ 28, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം 28 മന്വന്തരി കഴിഞ്ഞു. എന്താണ് ഈ മന്വന്തരി? 4 ചതുർയുഗങ്ങൾ ചേരുന്ന, അല്ല 4 ചതുർയുഗങ്ങൾ ചേരുന്നത്, 71 ചതുർയുഗങ്ങൾ ചേരുന്നതാണ് ഒരു മന്വന്തരി. 71 ചതുർയുഗങ്ങൾ. ഒരു ചതുർയുഗത്തിന് എൻ്റെ വർഷം എത്രയാണെന്നറിയോ? 43,20,000 വർഷമാണ് ഒരു ചതുർയുഗം. ആ ഒരു ചതുർയുഗമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അങ്ങനെയുള്ള 71 ചതുർയുഗം കഴിയുമ്പോഴേ ഒരു മന്വന്തരിയാണ്. നമ്മുടെ ഗ്രന്ഥം ഏതാണ്? നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ്? എന്തു പറയും? ഭാഗവതമാണ്. ഭാഗവത അല്ല, അതാണ് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്ന വേദമാണ്. ഈ വേദത്തിൽ നിന്നാണ്, വേദം എന്താണ്? പ്രഭു സംഹിതം. ഈ വേദത്തിൽ നിന്നാണ് നമ്മുടെ ഭാഗവതവും രാമായണവും ഒക്കെ എന്താണ്? ഇതിഹാസങ്ങളാണ്. അതൊക്കെ ഇതിഹാസങ്ങളാണ്. ഈ വേദം എഴുതിയതാരാണ്? വേദവ്യാസ മഹർഷിയല്ല. വേദവ്യാസ മഹർഷി ക്രോഡീകരിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഈ ക്രോഡീകരിക്കുക എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു കമ്പ്യൂട്ടറിനകത്തില് ഓരോരോ വിഭാഗത്തിൽ വരുന്ന സംഗതികളെ ഓരോ ഫോൾഡറിലാക്കി ഇടുക എന്ന് പറയുന്നത് പോലെ ക്രോഡീകരിക്കുക മാത്രമാണ് വേദവ്യാസ മഹർഷി ചെയ്തത്. അതിന് എഴുതിയത് ഇതൊക്കെ പണ്ടേ ഉള്ളതാണ്. പണ്ടേ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു അല്ലെ? ഈ ഗുരുകുല വിദ്യാഭ്യാസ സമയത്ത് ഓരോ ഗുരുക്കന്മാര്, ഓരോ മുനി ശ്രേഷ്ഠന്മാര് ഓരോന്ന് കണ്ടിട്ട് അവർക്കുണ്ടാകുന്ന സംശയം. നല്ല രണ്ടു മക്കളായ കാലകാലനായിരുന്ന ശ്രീ മഹാദേവായ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസ്യ രഘുനാഥായ നാഥായ സീതായ നമോ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ
ശ്രീരാമ